മക്കളെ വണക്കം. അങ്ങനെ നടിപ്പിൻ നായകൻ സൂര്യ ഒരുപാട് നാളുകളായിട്ട് ഫ്ലോപ്പുകൾ ഇങ്ങനെ പുള്ളിക്കാരനെ ഇങ്ങനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആർക്കും വേണം. സീരിയസ്ലി അതൊരു മാസ് സിനിമ കൊണ്ട് തന്നെ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് എന്ന് പറയുന്ന ഒരു ഐക്കൺ മാറി നിൽക്കുന്ന സമയം, ബെസ്റ്റ് ടൈമാണ് സൂര്യയ്ക്ക്. അതായത് രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടെങ്കിലും വിജയ് ഉണ്ടാക്കി വെച്ചൊരു ലേബല് ഭയങ്കര വലുതാണ്. സോ ഇപ്പോൾ ആ സ്പേസിലേക്ക് മത്സരിക്കാനെന്നല്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരാളേ ഉള്ളൂ, അത് സൂര്യയാണ്. സോ RJ ബാലാജി പറഞ്ഞ പോലെ ഈ സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ ഹൈ മൊമെൻറ്റ്സ് ഒരുപാടുണ്ട്. അത് സൂര്യയ്ക്ക് വർത്തായാൽ നമ്മൾ പണ്ട് മിസ് ചെയ്ത സിംഗത്തിലൊക്കെ കണ്ട പോലത്തെ ഒരു സൂര്യയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയാൽ പുള്ളിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. സോ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. പൊളി ട്രെയിലർ. കാരണം സൂര്യയുടെ ഒരു പതർച്ച പല സിനിമയിലും നമ്മൾ കണ്ടില്ല. റീസൺ നമ്മൾ കങ്കുവ വരെ കണ്ടു. അറിയാം, വെറുതെ ഇങ്ങനെ എന്താ പറയുക, ചുമ്മാ ഓരോ പടം ചെയ്ത് പുള്ളി തന്നെ പുള്ളിയുടെ ലേബിൾ കളഞ്ഞ അവസ്ഥയായിരുന്നു. ആ ജയ്ബീമൊക്കെ കഴിഞ്ഞിട്ട് നല്ല സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ എമ്മാതിരി റേഞ്ച് കയറി കൊണ്ടിട്ടൊരു മനുഷ്യനാണ്. ആവശ്യമില്ലാത്ത കുറേ പടങ്ങൾ കൊണ്ട് തല വെച്ച് ചുമ്മാ എതിർക്കും തുണിന്തവൻ ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ പോയി വെക്കാതെ അത് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കൊരു മാസ് ഓറ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് വേണ്ടത്. ശരിക്കും ഓഡിയൻസിന് ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ സീരിയസ്ലി തിയേറ്ററിൽ ആൾ വരും. ഇത് സൂര്യ പോയിട്ട് കണ്ട അവിഞ്ഞ പടങ്ങളിൽ തല വെക്കുന്നതിനേക്കാളും ബെറ്റർ ഇങ്ങനെയുള്ള കുറച്ച് ഡയറക്ടേഴ്സ് പുള്ളിയെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ പുള്ളിയുടെ മാസ് ആ ഒരു സൈഡിനെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് പടങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്താലും തെറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഓഡിയൻസിന് എപ്പോഴും നമ്മളിങ്ങനെ കുറച്ച് സീരിയസ് പടങ്ങൾ മാത്രം ചെയ്താൽ പോരാ, ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള അട്ടിപ്പടങ്ങൾ വരണം, നല്ല രീതിയിൽ മാസമായിട്ടുള്ള കുറച്ച് പരിപാടികൾ ചെയ്യണം. സോ അത് ട്രെയിലറിൽ മൊത്തം നമുക്ക് കാണാം. പിന്നെ കളർഫുൾ വിഷ്വൽസ്. RJ ബാലാജി എൻ്റെ പൊന്നെണ്ണ, നിങ്ങൾ പറഞ്ഞത് വെറുതെ അല്ലാന്ന് നിങ്ങൾ തെളിയിക്കുകയാണ്. ഇതിനകത്തൊരു നെഗറ്റീവ് ഷെയ്ഡിൽ RJ ബാലാജിയും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് ഇന്ദ്രൻ ചേട്ടൻ, അതുപോലെ തന്നെ ശിവദ, പിന്നെ അനഘ മരിയ രവി, പിന്നെ സ്വാസിക, ഒരു വൻ താരനിര മലയാളത്തിൽ നിന്ന് തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ നടരാജ്, നട്ടി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, പിന്നെ തൃഷ, ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ഈ ട്രെയിലർ ഫുൾ കളർഫുൾ ആയിട്ടുമാണ്. സോ സംതിങ് എന്തോ ഒരു സ്കാമിന് കോർട്ടിലെത്തുന്നു. അത് പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ BK എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് നിൽക്കുന്നത്. അത് തുടക്കത്തിലേ പറയുന്നുണ്ട് ഇത് ചെയ്യാൻ കോർട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കേസ് മേ ബി സൂര്യയുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കാം. ഇപ്പം നേരിനകത്തൊക്കെ പോലെ വിട്ടു നിൽക്കുന്ന ഒരാളാണ് പിന്നെ ഈ വക്കീൽ. പുള്ളിക്കാരനെ ഈ ഒരു കേസിലേക്ക് കൊണ്ടുവരുന്നു. സോ പുള്ളി അടിച്ച് പിന്നുന്നു. ഇതായിരിക്കാം മേ ബി തീം. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി കുറച്ച് മാസിലാണെങ്കിൽ സംഭവം ഞെട്ടിക്കും. വേറെ പരിപാടിയൊന്നുമില്ല, നമുക്കത് മതി. നമുക്ക് ഇവരൊക്കെ ഇങ്ങനെ വന്ന് പെർഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർ ഒരു സൂപ്പർ ഹീറോ ആവുന്നതിലൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിക്ക് ഒരു പവർഫുൾ എസൻസ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാനില്ല. എസ്പെഷ്യലി സൂര്യയ്ക്ക് നല്ല ഫ്ലെക്സിബിലിറ്റിയാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സൂര്യയുടെ പല കാര്യങ്ങളും പറയുമ്പോഴും ഞാൻ പറയാറുണ്ട്, കമൽഹാസൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഹൂ ഈസ് നെക്സ്റ്റ് കമൽഹാസൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരവുള്ളൂ, അത് സൂര്യയാണ്. സോ ഈ മനുഷ്യൻ ഇങ്ങനെയുള്ള കുറച്ച് പടങ്ങൾ ചെയ്ത് ഓഡിയൻസിനെ കയ്യിലെടുത്ത്, സൂര്യ എന്ന് പറയുന്നൊരു ആളിൻ്റെ ഒരു സ്റ്റാർഡം, അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ 100% അത് നമ്മൾ മാറ്റി വെക്കും. അത് വേറൊരു ഏരിയയാണ്. അത് പുള്ളിക്ക് മാത്രം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്ന് സൂര്യ ഇല്ലാണ്ടായിപ്പോയി, സൂര്യ തകർന്നു, സൂര്യ നശിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചുമ്മാ അന്തം ഫാൻസുകൾ പല പരിപാടികളും പറയും. ബട്ട് ഇതുപോലുള്ള ചില പടങ്ങൾ വരുമ്പോഴത്തേക്കാണ് ഇവരുടെ ഒരു മാസ് അപ്പിയറൻസ്, ഓറ, ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫി എനിക്കൊന്നും പറയില്ലട്ടാ. ആ കറുപ്പനെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന സാധനം ഉണ്ടല്ലോ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. എന്നാ വിഷ്വൽസാണ് പണി വെച്ചിരിക്കുന്നത്. ആ ബ്ലാക്കും റെഡും കൊണ്ടുള്ള കളി ഒരു രക്ഷയില്ല, ഭയങ്കര രസമുണ്ട്. അത് HDR നിങ്ങൾ കണ്ടു നോക്ക്. HDR കണ്ടു നോക്കുമ്പോഴത്തേ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സായി അബിഗറിൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ല, വേറെ റേഞ്ച് പരിപാടിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഈ കറുപ്പന എന്ന് പറയുന്ന സാധനം ഞാൻ ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് വർക്കായില്ല. പക്ഷെ പിന്നീട് ഇത് നമ്മളങ്ങനെ കേട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു രസം തന്നെയാണ് കേട്ടോ. ഭയങ്കര വൈബാണ്. അത് ഇതിനകത്ത് കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മ്യൂസിക്കിൻ്റെ ഒരു ഗുണം. ചിലപ്പോൾ നല്ല ഗംഭീര മ്യൂസിക്കുകൾ നമുക്ക് കാണും, പക്ഷേ ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാതെ പോകുമ്പോഴത്തേക്ക് ആ കിട്ടിയ ഓറ, അല്ലെങ്കിൽ ആ ഒരു കിട്ടിയ ഫീല് നമുക്ക് പടത്തിൽ തന്നെ ഇല്ലാണ്ടായി പോകുന്നൊരു ഫീൽ വരും. അപ്പോൾ എനിക്കൊന്നും പറയില്ല, മെയ് 14 ഇതൊരു നല്ല വിജയമാവുമെന്ന് എനിക്കൊരു വിശ്വാസം തോന്നുന്നുണ്ട്. കാരണം ആ ട്രെയിലറിന് ഒരു ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ
കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബാലാജി പറഞ്ഞതും ബാലാജി നേരത്തെ ചെയ്ത സിനിമകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ബാലാജി നായകനായിട്ട് വന്ന സിനിമയ്ക്ക് പോലെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സൂര്യ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അയാൾ വെറുതെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുന്ന എനിക്ക് ഒരു തോന്നലില്ല. കാരണം അയാൾ പ്രസൻറ്റ് ചെയ്യേണ്ട രീതി തന്നെ ചെയ്യും എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പം തന്നെ ട്രെയിലർ ഒന്ന് ലേറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് പതറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ പോലുള്ള ഒരാൾക്കാർ ഇത്രയും ലേറ്റാക്കി കഴിഞ്ഞാൽ എന്താ വല്ല അവിഞ്ഞ സാധനം കൊണ്ടുവന്നാൽ തീർന്നു, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വീണ്ടും ഊക്കായിരിക്കും. പക്ഷേ ആ ഒരു ലേറ്റായിട്ട് നമ്മൾ ഇരുന്നതിന് അതാത് ബ്ലാസ്റ്റ് കൊടുക്കാനുള്ളൊരു സാധനം നല്ല ലെവലിൽ തന്നെ പണി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ മുഖം അത് ഒരു 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 വിഷൻ തന്നെ കേട്ടോ, ഒരു വിഷയ സാധനമാണെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ വേറെ റേഞ്ച് പരിപാടി. ചെറിയ 1-2 പോർഷൻസിലെ ഉള്ളെങ്കിൽ പോലും അത് അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ട്രെയിലർ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പുള്ളിയോട് തന്നെ ഒരു സ്നേഹം തോന്നുന്നൊരു സംഭവമുണ്ട്. എനിവേ ട്രെയിലറിൻ്റെ ഈ ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ കട്ട്സും എല്ലാം കൂടെ ചേർത്തിട്ട് പടത്തിന് അത്യാവശ്യം നമുക്കൊരു ഹൈപ്പ്, അതായത് സംഭവം ഇറുക്കിട എന്ന് പറയുന്നൊരു സാധനം വെച്ചിട്ടുണ്ട്. എനിവേ സൂര്യയ്ക്ക് ഇതൊരു ഒരു ഉയർത്തെഴുന്നേൽപ്പാവട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ട്രെയിലർ പൊളിച്ചിഷ്ടപ്പെട്ടു, ഗംഭീര വർക്കായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെയൊക്കെയുള്ള ചില പടങ്ങൾ നമുക്കിങ്ങനെ കാണാൻ ഒരാഗ്രഹം വരുമ്പോൾ തീർത്തും അത് കിട്ടണം. അത് ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതലൊന്നും പറയില്ല, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.